നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരത്തെ നടുക്കി കൊലപാതകം. മാങ്ങാനം സ്വദേശി ആദർശ കൊല്ലപ്പെട്ടു. മുൻ നഗരസഭാംഗം VK അനിൽകുമാറിന്റെ മകൻ അഭിജിത്ത് പോലീസ് കസ്റ്റഡിയിൽ. പുതുപ്പള്ളിയിൽ ഓട്ടോറിക്ഷയിൽ കാർ ഇടിച്ച് അപകടം. വെള്ളൂർ സ്വദേശി ഏലിയാമ്മ അന്ത്രൂസ് മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിൽ. അപകടമുണ്ടാക്കിയത് അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തെത്തിയ കാർ. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഞായറാഴ്ച വരെ എത്തിയത് 7 ലക്ഷം അയ്യപ്പ ഭക്തർ. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ MD സെമിനാരി സ്കൂളിൽ തിരിതെളിയും. 13 ഉപജില്ലകളിലെ 8000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരത്തെ നടുക്കി ക്രൂര കൊലപാതകം. പുതുപ്പള്ളി മാങ്ങാനം താന്നിക്കൽ ആദർശാണ് ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ നഗരസഭാ കൗൺസിലർ VK അനിൽകുമാറിന്റെ മകൻ അഭിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം നഗരത്തെ നടുക്കി അതിക്രൂരമായ കൊലപാതകം. തോട്ടയ്ക്കാട് വാടകയ്ക്ക് താമസിക്കുന്ന പുതുപ്പള്ളി മാങ്ങാനം താന്നിക്കൽ വീട്ടിൽ ആദർശാണ് ഇന്ന് പുലർച്ചെയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. കേസിൽ മുൻ നഗരസഭാംഗം VK അനിൽകുമാറിന്റെ മകനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അഭിജിത്ത് അറസ്റ്റിലായതോടെ ഞെട്ടലിലാണ് നാട്. കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ MJ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ VK അനിൽകുമാറിന്റെ മാണിക്കുന്നത്തെ വീടിന്റെ മുന്നിലാണ് കൊലപാതകം നടന്നത്. നേരത്തെ അഭിജിത്ത് ആദർശിന് 1500 രൂപയുടെ MDMA കടമായി നൽകിയിരുന്നു. ഇതുകൂടാതെ ആദർശിന്റെ ഒരു സ്കൂട്ടർ 10,000 രൂപയ്ക്ക് അഭിജിത്തിന്റെ ഇടനിലയിൽ പണയം വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരമധ്യത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുൻ നഗരസഭാ കൗൺസിലർ VK അനിൽകുമാറിന്റെ മകൻ വീടിന്റെ മുറ്റത്ത് വെച്ച് മരിച്ച ആദർശമായി അടിപിടി കൂടുന്നതിന്റെ ദൃശ്യങ്ങളും തുടർന്ന് മാതാപിതാക്കൾ ഓടിയെത്തി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. VK അനിൽകുമാറിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണിത്. റോഡിൽ വെച്ചും കയ്യാങ്കളി നടക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. യുവാവിന് കുത്തേറ്റത് എങ്ങനെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പുതുപ്പള്ളിയിൽ ഓട്ടോറിക്ഷയിൽ കാർ ഇടിച്ച് അപകടം. വെള്ളൂർ മംഗലത്ത് ഏലിയാമ്മ അന്ത്രൂസ് അപകടത്തിൽ മരിച്ചു. പുതുപ്പള്ളിയിൽ ഓട്ടോറിക്ഷയിൽ കാർ ഇടിച്ച് അപകടം. അപകടത്തിൽ വെള്ളൂർ നോർത്ത് സൺഡേ സ്കൂൾ അധ്യാപിക മംഗലത്ത് ലീലാമ്മ എന്ന ഏലിയാമ്മ ആൻഡ്രൂസ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. പാമ്പാടി വെള്ളൂരിൽ നിന്നും ഓട്ടോറിക്ഷയിൽ പുതുപ്പള്ളി ആറാട്ടുചിറയിലെത്തിയ ഏലിയാമ്മ അവിടെ നിന്നും സഹോദരിയുടെ മക്കളുമായി മന്ദിരം ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു. അമിത വേഗതയിൽ മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡിലെത്തിയ കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. മുൻവശം തകർന്നു മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിലാണ് ഏലിയാമ്മ ഉൾപ്പെടെ യാത്രക്കാർ കിടന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഓട്ടോറിക്ഷ ഉയർത്തിയാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ ഏലിയാമ്മ മരണപ്പെട്ടു. കാരിത്താസിൽ ചികിത്സയിലുള്ളവരുടെയെല്ലാം പരിക്ക് ഗുരുതരമാണ്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. ഇന്നലെ വരെ 7 ലക്ഷം തീർത്ഥാടകരാണ് അയ്യപ്പനെ കണ്ട് തൊഴുതു മടങ്ങിയത്. മണ്ഡലകാല ഉത്സവത്തിന് തുടക്കം കുറിച്ച് 8 ദിവസം പിന്നിടുമ്പോൾ ശബരിമല സന്നിധാനത്ത് ഇടമുറിയാത്ത തീർത്ഥാടക പ്രവാഹം. ഞായറാഴ്ച വരെ 7 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി തൊഴുതുമടങ്ങി. ശനിയാഴ്ച 72,845 പേരാണ് മല ചവിട്ടി സന്നിധാനത്തെത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം 7 മണി വരെ 69,295 പേർ മല ചവിട്ടി. സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ പേർക്ക് ദർശനാനുമതി നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും ആയിരങ്ങളാണ് മണിക്കൂറിൽ ദർശനം നടത്തുന്നത്. മിനിറ്റിൽ 65 തീർത്ഥാടകർ 18ാം പടി കയറുന്നുണ്ടെന്നാണ് കണക്ക്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ വലിയ നിരയുണ്ടായിരുന്നില്ല. മഴ തീർത്ഥാടകരെ ചെറുതായെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ട്. ഞായറാഴ്ച പമ്പയിലും മഴ പെയ്തു. ഓരോ ദിവസത്തെയും തിരക്കിനനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നവരുടെ എണ്ണത്തിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനുവാദം നൽകിയിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 7 മണി വരെയുള്ള കണക്ക് പ്രകാരം നിലയ്ക്കലിലും വണ്ടിപ്പെരിയാറ്റിലുമായി ഞായറാഴ്ച 11,516 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിയും. 13 ഉപജില്ലകളിലെ 8000 കലാകാരന്മാർ മാറ്റുരയ്ക്കും. 36ാമത് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 25 മുതൽ 28 വരെ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നടക്കുന്നു. കോട്ടയം റവന്യൂ ജില്ലയിൽപ്പെട്ട 13 ഉപജില്ലകളിൽ നിന്നും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 8000 കുട്ടികൾ ഈ കലാമേളയിൽ മാറ്റുരയ്ക്കും.
305 നൃത്യേതര ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. MD സെമിനാരി HS, MT സെമിനാരി HSS, മൗണ്ട് കാർമൽ HSS, സെന്റ് ആൻസ് HSS, ബേക്കർ LP സ്കൂൾ, വിദ്യാധിരാജ HS, ഹോളി ഫാമിലി HSS, സെന്റ് ജോസഫ് CGHS, MT LPS, MD LPS തുടങ്ങിയ സ്കൂളുകളിലെ 13 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. നവംബർ 25, 26, 27, 28 തീയതികളിലായിട്ട് കോട്ടയത്തെ 10 സ്കൂളുകളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത്. പ്രധാനപ്പെട്ട 13 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ ആണ് മത്സരങ്ങളുടെ ആരംഭം. രാവിലെ രചനാ മത്സരങ്ങളും ഉച്ച കഴിഞ്ഞ് സ്റ്റേജ് മത്സരങ്ങളും ആരംഭിക്കും. 300ഓളം സ്കൂളുകളാണ് ഇതിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. 13 ഉപജില്ലകളിൽ നിന്നായിട്ടുള്ള 300ഓളം സ്കൂളുകളിൽ നിന്ന് 305 ഇനങ്ങളിലേക്കാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. ഏകദേശം 7000 കുട്ടികൾ നിലവിൽ ഇന്ന് വരെ 6977 കുട്ടികളുടെ രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭക്ഷണത്തിന്റെ പ്രധാന പന്തൽ MT സെമിനാരി സ്കൂളിലാണ്. 3 നേരവും കുട്ടികൾക്ക് ഒഫീഷ്യൽസിനും പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ഉള്ള ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇതിന്റെ ഒരു വിളംബര ജാഥ കുട്ടികളുടെ നേതൃത്വത്തിൽ കോട്ടയം ടൗണിലെ വിദ്യാലയങ്ങളിലെ കുട്ടികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഒരു വിളംബര ജാഥ മാമൻ മാപ്പിള ഹാളിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച് MD സെമിനാരിയിൽ അവസാനിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് MD സെമിനാരി HSSൽ ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോട്ടയം മാമൻ മാപ്പിള ഹാൾ പരിസരത്തു നിന്നും MD സെമിനാരി സ്കൂളിലേക്ക് 1000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും ഉണ്ടായിരിക്കുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി G. അലക്സാണ്ടർ, പബ്ലിസിറ്റി കൺവീനർ ജിഗി R. എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടതു മുന്നണി പൊൻകുന്നം 22ാം ബൂത്ത് കൺവെൻഷൻ നടന്നു. വിപ്പ് ഡോക്ടർ N. ജയരാജ ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഡ് സ്ഥാനാർത്ഥി KK സന്തോഷ് കുമാർ, സുമേഷ് ആൻഡ്രൂസ്, ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷൻ സ്ഥാനാർത്ഥി B. സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജയ ടീച്ചർ, 22ാം വാർഡ് സ്ഥാനാർത്ഥി മേഴ്സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. LDFന്റെ ചിറക്കടവ് പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഗിരീഷ് S. നായർ, N. സുധാകരൻ, IS. രാമചന്ദ്രൻ, CK രാമചന്ദ്രൻ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിരീശ്വരന്മാർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സാഹചര്യം ഒഴിവാക്കി വിശ്വാസികളെ ദേവസ്വം ബോർഡിൽ ഭരണം ഏൽപ്പിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ. ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കാൻ കാരണം നിരീശ്വരന്മാർ ദേവസ്വം ബോർഡിന്റെ ഭരണം കൈയാളുന്നതിനാലാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. പരിപാവനമായ ശബരിമലയെ കളങ്കപ്പെടുത്താൻ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിനും CPMനും ലഭിച്ചിരിക്കുന്ന ശിക്ഷയാണ് നേതാക്കൾ ജയിൽവാസം അനുഭവിക്കുന്നത്. ഹൈക്കോടതി ഇടപെടൽ മാത്രമാണ് ശബരിമലയിൽ അല്പമെങ്കിലും ആശ്വാസമെന്നും കോടതിയുടെ നിരീക്ഷണം കാര്യക്ഷമമാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു. നമ്മുടെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കാൻ കാരണം നിരീശ്വരന്മാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൈയാളുന്നതിനാലാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പരിപാവനമായ ശബരിമലയെ കളങ്കപ്പെടുത്താൻ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുവാൻ മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിനും CPMനും ലഭിച്ചിരിക്കുന്ന ശിക്ഷയാണ് നേതാക്കൾ ഇപ്പോൾ അവരുടെ നേതാക്കൾ ജയിൽവാസത്തിലൂടെ അനുഭവിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇന്ന് ശബരിമലയിൽ ആകെപ്പാടെ ഈ അയ്യപ്പ ഭക്തർ, ലക്ഷക്കണക്കിനുള്ള അയ്യപ്പ ഭക്തർ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനോ ദേവസ്വം ബോർഡിനോ യാതൊരു വിധത്തിലും സാധിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ഇന്ന് നമ്മുടെ അല്ലെങ്കിൽ ശബരിമല ദർശിക്കുവാൻ വരുന്ന അയ്യപ്പ ഭക്തർക്കുള്ള ഏക ആശ്വാസം എന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളവും ഭക്ഷണവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇപ്പോഴും അപര്യാപ്തമാണെന്നും അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുന്ന വ്യാപാരികളെ നിയന്ത്രിക്കണമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമണൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി MA ഖാലിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂൾ ജേതാക്കളായി. 188 പോയിന്റുകളാണ് ഇവർ നേടിയത്. സതേൺ ഇന്റർ സ്കൂൾ സതേൺ കോളേജ് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ 188 മാർക്കുകളോടെ മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂൾ 1ാം സ്ഥാനം നേടി ട്രോഫി കരസ്ഥമാക്കി.
പാമ്പാടി വിമലാംബിക സീനിയർ സെക്കൻഡറി സ്കൂൾ 113 മാർക്കുകളോടെ 2ാം സ്ഥാനവും ചെങ്ങന്നൂർ ക്രിസ്റ്റ് ചർച്ച് വിദ്യാപീഠ 107 പോയിന്റുകളോടെ 3ാം സ്ഥാനവും നേടി. അഷ്ടാംഗ സ്കൂൾ ഓഫ് യോഗ സ്പോർട്സ് യോഗാസന ട്രെയിനിംഗ് സെന്റർ സംഘടിപ്പിച്ച യോഗാസന ചാമ്പ്യൻഷിപ്പിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 400-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മണർകാട് സെന്റ് ജൂഡ് ഗ്ലോബൽ സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. അഷ്ടാംഗ സ്കൂൾ ഓഫ് യോഗ പ്രസിഡന്റും യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ജോമോൻ എസ് അധ്യക്ഷനായിരുന്നു. വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു. വിജയികൾ യോഗ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരത്തെ നടുക്കി കൊലപാതകം. മാങ്ങാനം സ്വദേശി ആദർശ കൊല്ലപ്പെട്ടു. മുൻ നഗരസഭാംഗം VK അനിൽകുമാറിന്റെ മകൻ അഭിജിത്ത് പോലീസ് കസ്റ്റഡിയിൽ. പുതുപ്പള്ളിയിൽ ഓട്ടോറിക്ഷയിൽ കാർ ഇടിച്ച് അപകടം. വെള്ളൂർ സ്വദേശി ഏലിയാമ്മ അന്ത്രൂസ് മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിൽ. അപകടമുണ്ടാക്കിയത് അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തെത്തിയ കാർ. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഞായറാഴ്ച വരെ എത്തിയത് 7 ലക്ഷം അയ്യപ്പഭക്തർ. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ MD സെമിനാരി സ്കൂളിൽ തിരിതെളിയും. 13 ഉപജില്ലകളിലെ 8000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.